മസാല ബോണ്ട് ഇടപാടിൽ കിഫ്ബിക്ക് നൽകിയ കാരണം കാണിക്കൽ നോട്ടീസ് നടപടികൾ തടഞ്ഞ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരായ ഇഡിയുടെ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് വീണ്ടും പരിഗണിക്കും. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് ഇന്ന് വരെ സ്റ്റേ ചെയ്തിട്ടുണ്ട്. വിവരങ്ങൾ നിഷ ദിലീപ് നൽകും. നിഷ, പറയൂ വിശദാംശങ്ങൾ. രാഹി, മസാല ബോണ്ട് ഇടപാടിൽ ഇ ഡി നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിനെതിരെ കിഫ്ബി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് കിഫ്ബിയുടെ ഹർജിയിൽ ഈ നോട്ടീസ് സ്റ്റേ ചെയ്തിരുന്നു. ഇതിനെതിരായ അപ്പീലിലാണ് ഇന്ന് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഈ അപ്പീലാണ് പരിഗണിക്കുന്നത്. ഈ കേസിൽ കിഫ്ബിയുടെ അപക്വമായ ഹർജിയിലാണ് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് എന്നാണ് ഇ ഡി പ്രധാനമായും വാദിക്കുന്നത്. എന്തായാലും ഇ ഡിയുടെ വാദമെന്ന് പറയുന്നത് ഇത് ഒരു അപക്വമായ ഹർജിയാണ്. ഇ ഡി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി അന്തിമ തീരുമാനത്തിലേക്ക് കടന്നിട്ടില്ല, പ്രാഥമിക നോട്ടീസാണ് കിഫ്ബിക്ക് അയച്ചതെന്നും ഇ ഡി വാദമുയർത്തുന്നുണ്ട്. എന്തായാലും ഈ ജസ്റ്റിസുമാരായ ശുശ്രുത് അരവിന്ദ് ധർമാധികാരി, പി വി ബാലകൃഷ്ണൻ എന്നിവരുടെ ബെഞ്ചാണ് അപ്പീൽ പരിഗണിക്കുന്നത്. സിംഗിൾ ബെഞ്ച് അധികാരപരിധി മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു സ്റ്റേ നൽകിയതെന്നാണ് പ്രധാനമായും ഈ ഉത്തരവിൽ ഈ ഹർജിയിൽ വാദിക്കുന്നത്. എന്തായാലും ഈ ഉത്തരവ് റദ്ദാക്കണമെന്നാണ് ഇ ഡി ആവശ്യപ്പെടുന്നത്. കിഫ്ബിയുടെ ഹർജിയിലായിരുന്നു നോട്ടീസിലെ തുടർ നടപടികൾ സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്തത്. ഈ സിംഗിൾ ബെഞ്ച് അന്ന് ഇ ഡിയോട് വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാനും നിർദ്ദേശം നൽകിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുൻ ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക്, ഒപ്പം തന്നെ കിഫ്ബി സിഇഒ കെ എം എബ്രഹാം എന്നിവരുടെ ഹർജിയിലും ഇ ഡി നോട്ടീസ് സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് ഇന്ന് വരെയാണ് ഉള്ളത്. ഇന്ന് ഇപ്പോൾ ഈ സിംഗിൾ ബെഞ്ചിന്റെ സ്റ്റേ ഉത്തരവിനെതിരെ ഇ ഡി നൽകിയ അപ്പീലാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുക. രാഖി. ശരി നിഷ.